ഹലോ ഗൈസ്, നമ്മൾ നാടൻ പാടിന് കോസ്റ്റ്യൂമൊക്കെ തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സ്ലോട്ടാണ്, പരിപാടി തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മളെ വിളിക്കും, നമ്മൾ അടിപൊളിയായിട്ട് പാടിയിട്ട് വരും. നമ്മളപ്പം കുട്ടിച്ചത്തമായ ഡ്രസ്സിട്ട് കുറച്ച് ബോയ്സ് ഉണ്ട്, അവരെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കണ്ടാലും മനസ്സിലാവുള്ളൂ. അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഡോണേഷൻ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഇന്ന് മലപ്പുറത്തുനിന്ന് ട്രെയിൻ പിടിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലേ ഡോണേഷൻ? വേണ്ട, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം എന്തൊരു കഷ്ടപ്പാടാണ്. പക്ഷെ അവന് സ്കിറ്റ് ഉണ്ട്, അതൊന്നും അവൻ ചെയ്യണില്ല, അതൊന്നും അവന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ആദ്യം ഞങ്ങളേക്കാൾ മുന്നേ ഫസ്റ്റ് വന്ന് എത്തിയുണ്ട്. ആരുടെ ഫോട്ടോ എടുക്കാൻ അറിയാം, അതുകൊണ്ടാണ്, അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാന്നാണ് പറയുന്നത്. നമുക്ക് മിക്കതും എന്തായാലും ഇതിന് പ്രൈസ് കിട്ടുന്ന വിചാരിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഡോണിച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് പ്രൈസ് പോകുന്ന അറിയില്ല. അപ്പം നമ്മൾ നല്ല ലുക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അടിയിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ മാത്രമാണ് ഇതിൻ്റെ വെറൈറ്റി ലുക്കായിട്ട് നമ്മൾ കുട്ടനാടൻ ആലപ്പുഴ സ്റ്റൈലാണ്. കാരണം നമ്മൾ കുട്ടനാടൻ എന്നുള്ളത് തന്നെ, അതുകൊണ്ട് മാത്രം നമ്മൾ കുട്ടനാട് ആലപ്പുഴ സ്റ്റൈലാണ്. നമ്മൾ കണക്കാക്കാത്തിയുള്ള പോലെയുണ്ട്. ഞങ്ങളാണ് നിങ്ങൾ ഇത്ര ചിരിച്ചു, ഞങ്ങളുടെ ബോയ്സിനാണ് നിങ്ങൾ ടാപ്പി ഒരു ഇത് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വീട്ടിൽ കാണിച്ചാൽ അവരെ ബൈ കൊടുക്കും. ഗൈസ്, നമ്മൾ നാടൻ പാട്ടിന് കയറാനായിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിനെന്താണ് ഇപ്പോഴത്തെ ഇത് മനസ്സിലെന്താണ് തോന്നുന്നത്? ഓക്കെ, ജോയൽ പറയൂ, എന്താണ് ജോയൽ? ഇവരൊക്കെ ലുട്ടാപ്പിയുടെ വേഷത്തിലാണ് ഇരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്, നമ്മളിലേക്ക് ഒന്നോ രണ്ടോ ആൾക്കാർ എല്ലാം കുറേ ആൾക്കാരുണ്ട്. ജോയൽ പറയൂ, എന്താണ് തോന്നുന്നത്? ജോയലിന് ഈ പാട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയും ഉറങ്ങിയാൽ മതി എന്നൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് സ്റ്റേജിൽ വെച്ച് ഉറങ്ങുമെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോകാം. അനന്തു പറയൂ, നമ്മുടെ സണ്ട കൂട്ടുന്ന മെയിൻ ആളാണ്. നമുക്ക് അനന്തുവിൻ്റെ ഇത് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്? നമുക്ക് കണ്ടറിയേണ്ടി വരും, കാരണം കുറേ ആൾക്കാർ നല്ല ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മെയിൻ ലീഡ് നമുക്ക് തന്ന വേഷം കണ്ടു ഗൈസ്. ഞങ്ങൾക്ക് പെമ്പിള്ളേർക്ക് കാക്കാതിയുടെ വേഷവും ഇവർക്ക് ലുട്ടാപ്പിയുടെ വേഷമാണ്. അത് ചിലവർ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ കറക്റ്റ് ലുട്ടാപ്പി ആയി പോയി. അത് നമ്മളിപ്പോൾ ലുട്ടാപ്പി ഡാങ്കിന് വൈബാണ്. അർച്ചന എന്താണ് പറയാനുള്ളത്? അർച്ചന എന്തിട്ടാലും ഒരു പേക്കോലാണ് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു നടക്കാണ്. അടുത്ത് നമുക്ക് വേറെ ആളിലേക്ക് പോകാം. ബാലു സൈഡാണ്. ബാലു എന്താണ് പറയാനുള്ളത്? പറയൂ. കണ്ടോ ഗൈസ്, നമ്മുടെ ടീമിലെ എല്ലാവരും കോമഡി പറയുന്ന ആൾക്കാരാണ് ഗൈസ്. ഇപ്പൊ നമ്മളിപ്പോ നാടൻപാണ്ട് പോലെ സ്റ്റാൻഡപ്പ് കോമഡിക്ക് എല്ലാവരും ഇറങ്ങി കിട്ടിയപ്പോ മൈക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ ആള്. ഇവനാണ് ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് കണ്ട ഗൈസ്, ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് തന്നത് ഇവനാണ്. ഞങ്ങൾക്ക് കൈ ചൂണ്ടിട്ട് നോക്കൂ, ആ കുട്ടികളെ നോക്കൂ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പുച്ഛിക്കുന്നു ഗൈസ്. എന്താണ് ഇവരെ നടക്കുന്നത്? അനന്തു, എന്താണ് ഈ കോസ്റ്റ്യൂം എടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടായ റീസൺ എന്താണ് പറയൂ? കോസ്റ്റ്യൂം തീയല്ലേ, ഞാൻ പറയാം. വോളിബോൾ കോർട്ടിൽ നിൽക്കണ സമയത്ത് അപ്പോഴാണ് ഈ കോസ്റ്റ്യൂം എടുക്കാനായിട്ടുള്ള നമ്മളൊരു ത്വര അനുഭവം ഉണ്ടായത്. അപ്പോൾ ഞങ്ങള് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സാണ്. പക്ഷേ ബാസ്കറ്റ് ബോള് ഡ്രസ്സാണ്, കാരണം ഇതേപോലത്തെ സാധനം ഞങ്ങളുടെ ബാക്കിൽ കാണിച്ചു കൊടുക്ക്. ഇത് നമുക്ക് സെയിം ഡ്രസ്സാണ്, പക്ഷെ ഞങ്ങൾക്ക് കൈയുണ്ട്, ഇവർക്ക് കൈയില്ല, അതാണ് വ്യത്യാസം. ഇതാ പറഞ്ഞ ഫുൾ ടൈം കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും. അനന്തു, എന്താണ് പറയാനുള്ളത്? അനന്താണ് ഞങ്ങളുടെ മെയിൻ ലീഡ് കേട്ടോ. അത് പറയാൻ തന്നെ ഞാൻ 10 രൂപ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഒന്ന് പറഞ്ഞോളൂ. ശരിക്കും യൂട്യൂബിലിടാം, കാര്യമായിട്ട് ആൻലിയാസ് വേൾഡിലിടാൻ പോണ യൂട്യൂബ്. ടോൺ വരും. അനന്ത് പറയും, എന്താണ് ഞങ്ങളൊക്കെ ടീമിൽ എടുക്കാനുള്ള കാരണം? ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ്. ഞങ്ങളൊക്കെ ഐ.ടിക്കാരാ. ഇവനുണ്ടല്ലേ, ഇവൻ വലിഞ്ഞു കയറി വന്നതാ. ഞങ്ങൾക്ക് അറിഞ്ഞു. ഇത് എന്റെ വ്ളോഗാ, എന്നെ കുറിച്ച് പോക്കി പറഞ്ഞ് നിങ്ങളൊന്നും
ഇവിടെ എന്നെ നാടൻ പാട്ട് എടുക്കും എന്നെ നാടൻ പാട്ട് എടുക്കും എന്ന് വെച്ചിട്ട് ഇവിടെ കയറുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ട് തന്നെ കൂട്ടം പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. അതിന്റെ ഇടയ്ക്ക് എന്റെ കാല് പിടിച്ച് കരഞ്ഞു, പ്ലീസ് നാടൻ പാട്ട് വരൂ. ഓക്കെ, ഇനി ആവശ്യത്തേക്ക് പോകണ്ട. നമ്മുടെ നാല് ഭയങ്കര ബിസിയാണ് ഗൈസ്. ഇത് 4 മിനിറ്റ് കഴിഞ്ഞു. എന്തെങ്കിലും പറയില്ല, വെറൈറ്റി ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇടുള്ളൂ. ഞാൻ യൂട്യൂബില് വെറൈറ്റി ആയിട്ട് ഈ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം. അർച്ചന, ഈ മുടി ഇങ്ങനെ ഇടാൻ നമുക്ക് മേക്കപ്പ് മാൻ വന്നിട്ട് അരമണിക്കൂറോളം ഒരാളുടെ മുടി വെക്കാൻ വേണ്ടി വന്നിരുന്നു. നിങ്ങൾക്ക് മുടിക്കുന്ന ചെയ്യണ്ടാകുന്നു. അനന്തന്റെ പല മഷ്റൂം തലയായിരുന്നു ചണ്ടോട്ടാൻ പോയപ്പോൾ. ഇപ്പൊ ഇങ്ങനെ അറിയില്ല. ലുട്ടാപ്പി സ്റ്റൈൽ. ബാലു മീശ പിരിക്കും. നിനക്കുണ്ട് മീശ? ആലപ്പുഴയിൽ നമ്മൾ ചുണ്ടൻ വെള്ളം അനന്തുവിന്റെ മീശ വെച്ചാൽ ഇറക്കണേ. ഇത്ര കൊണ്ട് പറഞ്ഞു ശരിക്കുള്ള വ്ളോഗാട്ടാ. അപ്പൊ നമ്മള് വെറൈറ്റി ആയിട്ട് ആലപ്പുഴ സ്റ്റൈലിൽ വന്നേക്കാണ്. ഇത് ചൊറിയാണ്ട് ഇതൊക്കെ ഞാൻ ഇട്ടോട്ടെ യൂട്യൂബില്. ഗൈസ്, നമ്മള് ആലപ്പുഴ സ്റ്റൈലിൽ വന്നേക്കാണ്. അതാണ് നമ്മുടെ വേഷം ഇങ്ങനെ കേട്ടോ. എന്താണ് പറയാനുള്ളത്? പറ. അനന്തുന് എന്തോ പറയാണ്ട്. അനന്തു ഊമയും മൂകനുമാണ്. അപ്പൊ നമ്മള് ഫിസിക്കില് ഫസ്റ്റ് അടിച്ച്, സത്വയിൽ ഫസ്റ്റ് അടിച്ച് സർഗത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? മനസ്സില് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളവിടെ ഫസ്റ്റ് അടിച്ചിട്ട് പിന്നെ ഇവിടെ ചെറിയ പിക്കുണ്ടെന്ന് ഒന്നും കിട്ടിയ കോൺഫിഡൻസിന്റെ ഒരു കുറവില്ല. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ യൂണിഫോം ഇട്ട ആൾക്കാരെ ഇറക്കിയിട്ട് ഗൈസ്. മറിയാം ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളാണ്. ഇപ്പൊ ഒരാളത് ക്യൂട്ട്നെസ് ആണോ അനന്ത് ഇടുന്നത്? അല്ല, ഇവിടെ നമ്മുടെ ടീമിന്റെ 2 വേസ്റ്റ് അനന്തുകളുണ്ട്. ഒരനന്ത് ഇത്, ഒരനന്ത് ഇത്. എന്നെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും അത് ഈ വ്ളോഗിൽ ഇടില്ല. ബിക്കോസ് ഇത് എന്റെ വ്ളോഗാണ്. വേറെ എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ SMS-ലാണ് നിൽക്കുന്നത്. SMS കൊടുക്കുമ്പോ അത് ഇവിടുത്തെ ഇത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും അവിടെ SMS ഒരു കടയാണ്, ചായക്കട. ഇത് നമ്മളിടുമ്പോൾ SMS-ന്റെ ഒരു പ്രൊമോഷനാണ്. ഞാനും SMS-ഉം കൂടി കൊളാബ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി SMS-ന്റെ കാര്യം ഗൈസ്, ഞങ്ങളപ്പോൾ അത് കൊളാബ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റേജും SMS. ഇതിലും കൂടുതൽ സന്തോഷം നമുക്ക് എന്ത് വേണം? നമ്മൾ ജയിച്ചാൽ മാത്രമാണ് പ്രൊമോഷൻ. നമ്മൾ ജയിച്ചാൽ അടുത്ത വ്ളോഗ് എടുക്കും. ജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കിട്ടിയില്ലാന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പ്രൈസ് കിട്ടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അനന്ത് പ്രൈസ് അനന്ത് ടെൻഷനിലാണ്. വ്ളോഗും ഈ അനന്തിനെ പോലെ ഈ അനന്ത് ചില്ലാവുന്നില്ല. കാരണം ഈ അനന്തിൻ്റെ വീട്ടിൽ ചില്ലുണ്ട്, ഈ അനന്തിൻ്റെ വീട്ടിൽ ചില്ലില്ല. ബാലു വ്ളോഗ് എടുക്കാൻ കണ്ടന്റ് ഒക്കെ പറഞ്ഞുതരും. എന്നിട്ട് ഒരു മുങ്ങലാണ് കഴിച്ച്. കണ്ടന്റ് ഗൂഗിളിൽ കിട്ടും. വാവ്, കണ്ടന്റ് അല്ല കോണ്ടന്റ്. ഓക്കെ ഗൈസ്, നമ്മൾ നിർത്തുകയാണ്. എല്ലാവരും ചാറ്റ് പറ, മെയിൻ ലീഡ് പറ, ചാറ്റ് പറ. അതിനകത്തൊരു ജീവിയാണ് ഗൈസ്. അവന് ഇത് വ്ളോഗ് എടുത്ത് ഫേമസ് ആവണമെന്നല്ല, ഒരിക്കലും നടക്കാൻ പറ്റുന്ന നാടൻപാടിൽ ഫസ്റ്റ് പണിക്കണം നോക്കിയാണ് ആഗ്രഹം. ഇല്ല, ഇത് കട്ട് ഗൈസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നാടൻപാടിൽ കയറി വെള്ളി വീഴ്ത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. അവിടെ പൊക്കിടാം. ഇവനെ വലിയ റോളിൽ ഇവൻ ഞങ്ങൾ ഈസിന്ന് വെറും ചണ്ട കൊട്ടാൻ ഈസിയിൽ പരിപാടിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കാലിക്കൽ വന്ന് ചോദിച്ചു ഒന്ന് പാട്ട് പാടാൻ പോകുന്നു. പാട്ട് പാടാൻ കഴിവ് അവനില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു വെറുതെ ഒരു ചണ്ടയും ഒരു കോലും കൊടുത്ത് പാടട്ടെ. അപ്പൊ ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ അവന് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കോളേജിൽ തന്നെ പുറത്താക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അടുത്ത വട്ടം ഞങ്ങളുടെ കൂടെ വരരുത് പ്ലീസ് അനന്തു. ഒരാളെങ്കിലും അനന്തുവിന്റെ ഒപ്പം ഉണ്ട്. അനന്തുവിന് വേണ്ടി പറയൂ, ജസ്റ്റിസ് ഫോർ അനന്തു.
അനന്തും ഇല്ലെങ്കിൽ നമ്മളെ കൊട്ടിൽ നടക്കില്ല. താളബോധമുള്ള ഒരാള് നമ്മൾ അന്വേഷിച്ച് നടക്കാറ് നമ്മളെ കോളേജിൽ. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആളാണെങ്കിൽ താളം നമ്മുടെ താളം കൂടി തെറ്റിക്കുന്നത് വേണ്ടിയിട്ട് അത് ബാലുവായിരുന്നു. അത് ഞാനില്ല, വേറൊരുത്തുണ്ടായിരുന്നു. പക്ഷെ അവര് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തില്ല ഗൈസ്. അനന്ത് വന്നിട്ട് അനന്ത് ചണ്ടയായിട്ടൊരു പെന്തില്ലാത്ത പോലെ ചണ്ട എവിടെയാന്ന് പോലും അവനറിയില്ല. അല്ല കറക്റ്റായിട്ട് താളബോധത്തോടു കൂടി ചണ്ട എവിടെയാന്ന് ജോലി പറ. ചണ്ട കാണിക്കുന്നത് തിരിയില് ചണ്ട കണ്ടു വിചാരിക്കാം. ഇന്ന് ഇത്ര ഉള്ളു. വയ്യാട്ടെ കൈയൊക്കെ വേണ്ടിയിരുന്നു. ഇനി കഴിഞ്ഞിട്ട് വരാം. അത് ഞാൻ ഇടിച്ചത് കേട്ടും കഴിച്ചു. അതാ കട്ട് ചെയ്യാം.